സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സബ് ഓർഡർ ഹോമോപ്റ്ററയുടെ ഫാമിലീസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഹോമോപ്റ്ററയുടെ ക്യാരക്ടേഴ്സ്, മേജർ ക്യാരക്ടേഴ്സ് നോക്കി. പിന്നെ വന്നത് 2-3 മേജർ ഓർഡേഴ്സ് നോക്കി. അപ്പോൾ ഏതൊക്കെയായിരുന്നു മേജർ ഓർഡേഴ്സ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് വൺ വാസ് ദി കുറച്ച് ഫാമിലീസ്, സബ് ഓർഡർ ഹോമോപ്റ്ററയുടെ ഫാമിലീസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഫാമിലീസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഫാമിലീസ്, ഫസ്റ്റ് ഫാമിലി സിക്കാഡിഡേ, ഫാമിലി ഓഫ് സിക്കാഡാസ്. സെക്കൻഡ് വാസ് ദി ഫാമിലി മെംബ്രാസിഡേ, വിച്ച് ഇസ് ദി ഫാമിലി ഓഫ് കൗബക്സ് അല്ലെങ്കിൽ ട്രീ ഹോപ്പേഴ്സ് എന്നും പറയും. നെക്സ്റ്റ് വാസ് ദി ഫാമിലി സിക്കാഡെല്ലിഡേ, വിച്ച് ഇസ് ദി ഫാമിലി ഓഫ് ലീഫ് ഹോപ്പേഴ്സ് ഓർ ജാസിഡ്സ്. ആൻഡ് ലാസ്റ്റ് വാസ് ദി ഫാമിലി സെർക്കോപ്പിഡേ, വിച്ച് വാസ് ദി ഫാമിലി ഓഫ് സ്പിറ്റൽ ബഗ്സ് അല്ലെങ്കിൽ ഫ്രോഗ് ഹോപ്പേഴ്സ്. ഓക്കെ, ഈ 4 ഫാമിലീസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഈസ് ദി ഫാമിലി ഡെൽഫാസിഡേ, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാമിലി, വെരി ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഓഫ് സബ് ഓർഡർ ഹോമോപ്റ്ററ, വിച്ച് ഇസ് ദി ഫാമിലി ഓഫ് പ്ലാന്റ് ഹോപ്പേഴ്സ്. ഇതിൻ്റെ ഫാമിലിയാണ്. അപ്പം ലീഫ് ഹോപ്പേഴ്സും പ്ലാന്റ് ഹോപ്പേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഫ് ഹോപ്പേഴ്സിൻ്റെ ഫാമിലി സിക്കാഡെല്ലിഡേ ആൻഡ് പ്ലാന്റ് ഹോപ്പറിൻ്റെ ഫാമിലിയാണ് ഡെൽഫാസിഡേ. തിരിഞ്ഞു പോകരുത്. ദെൻ ഹൈൻഡ് ടിബിയ, ഇവരുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ പറയുന്നത്. ഇറ്റ് ഇസ് ദ ഹൈൻഡ് ടിബിയ വിത്ത് ലാർജ് മൂവബിൾ സ്പർ കോൾഡ് കാൽക്കർ. ആ സ്പറിന് പറയുന്ന പേരാണ് കാൽക്കർ. അറ്റ് ദി അപ്പെക്സ്, നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാൽക്കേഴ്സ് ഏത് ഫാമിലിയിലാണ് കാണുന്നത്? ഡെൽഫാസിഡേ. അല്ലെങ്കിൽ ഹൈൻഡ് ടിബിയയിൽ ഡെൽഫാസിഡയിൽ കാണുന്ന ലാർജ് മൂവബിൾ സ്പറിൻ്റെ പേരെന്താണ്? തിരിച്ചും മറിച്ചും നിങ്ങളുടെ അടുത്ത് ഇത് ചോദിക്കാം. അപ്പം കാൽക്കറും ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലി ഡെൽഫാസിഡയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്, അതായത് ഫാമിലി ഡെൽഫാസിഡയിലുള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻസെക്റ്റാണ് നീലപർവ്വത ല്യൂഗൻസ്. റൈസിൻ്റെ ഇമ്പോർട്ടൻ്റ് പെസ്റ്റാണ്. ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യുക പറയുന്നത് വളരെ ഭയങ്കര പാടുള്ളൊരു സാധനമാണ് ഈ നീലപർവ്വത ല്യൂഗൻസ്, വിച്ച് ഈസ് ദി ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ. ഇറ്റ് കോസസ് ദി ഹോപ്പർ ബേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഫെസ്റ്റേഷൻ ആണ് വരുന്നത്. അതായത് ഈ പർട്ടിക്കുലർ ഇൻസെക്റ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ നമ്മുടെ റൈസ് ഫീൽഡിൽ വരികയാണെങ്കിൽ അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റൈസ് ഫീൽഡിൻ്റെ ഒരു ഭാഗം നമ്മൾ തീയിട്ട് നശിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാകും. കത്തിച്ച് വെച്ചിരിക്കുന്ന പോലെ, അതായത് ബേൺ ഇൻ ടു ആഷസ് എന്നല്ല പറയുന്നത്, കത്തി നിൽക്കുന്നത് പോലെ ഇരിക്കും. ബിക്കോസ് അത്രയും പോർഷൻ, അത് പാച്ചസ് ആയിട്ട് നമ്മുടെ ചെടികൾ കരിയാനായിട്ട് തുടങ്ങും. റൗണ്ട് പാച്ചസ് ആയിട്ട് കരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ആ പർട്ടിക്കുലർ സിംറ്റത്തിന് പറഞ്ഞ പേരാണ് ഹോപ്പർ ബേൺ സിംറ്റം. സോ ഹോപ്പർ ബേൺ സിംറ്റം കോസ് ചെയ്യുന്ന പെസ്റ്റാണ്, റൈസിൽ കോസ് ചെയ്യുന്ന പെസ്റ്റാണ് നീലപർവ്വത ല്യൂഗൻസ്, വിച്ച് ഈസ് ദി ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ. ഇനി ഇത് കൂടാതെ തന്നെ വേറൊരു പ്രശ്നവും ഉണ്ട്. ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ വൈറൽ ഡിസീസ്. ഇറ്റ് ആക്ട്സ് ആസ് എ വെക്റ്റർ ഫോർ ദി ഡിസീസസ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഹോപ്പേഴ്സിൻ്റെ കേസസിലും അത് പഠിച്ചായിരുന്നു. ഗ്രീൻ ലീഫ് ഹോപ്പറിൻ്റെ കേസ്, അതായത് നെഫോറ്ററ്റിക്സ് വൈറസെൻസും വൈറൽ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ വൈറൽ ഡിസീസിൻ്റെ പേര് തുങ്ക്രോ ഡിസീസ് എന്നായിരുന്നു. ഈ ഡെൽഫാസിഡേ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീലപർവ്വത ല്യൂഗൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറൽ ഡിസീസിൻ്റെ പേര് ഗ്രാസി സ്റ്റണ്ട് ഡിസീസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ പ്ലാന്റ്സ് സ്റ്റണ്ടഡ് ആയിപ്പോവും, വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കും ഫീൽഡിൽ. അതാണ് ഫാമിലി ഡെൽഫാസിഡേ. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ് ഫാമിലി ഡെൽഫാസിഡേ, ഫാമിലി ഓഫ് പ്ലാന്റ് ഹോപ്പേഴ്സ്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെസ്റ്റാണ് ആര്? നീലപർവ്വത ല്യൂഗൻസ്, വിച്ച് ഇസ് ദി ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ. അത് കോസ് ചെയ്യുന്ന സിംറ്റമാണ് ഹോപ്പർ ബേൺ സിംറ്റം. അത് കൂടാതെ തന്നെ വരുത്തുന്ന ഒരു നാശമാണ് എന്ത്? റൈസിൽ വൈറൽ ഡിസീസിനെയും കൂടി കൊണ്ടുവന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ 2 രീതിയിലും നമ്മുടെ ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഈസ് എ വെരി വെരി മേജർ പെസ്റ്റ് ഓഫ് റൈസ്. ഓക്കെ, ദാറ്റ് ഈസ് നീലപർവ്വത ല്യൂഗൻസ്, ഫാമിലി ഡെൽഫാസിഡേ. അപ്പോൾ നീലപർവ്വത ല്യൂഗൻസിൻ്റെ ഫാമിലി ഡെൽഫാസിഡേ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ദി ഫാമിലി ലോഫോപ്പിഡേ. ലോഫോപ്പിഡേ എന്ന് പറയുന്നത് ലീഫ് ഹോപ്പേഴ്സിൻ്റെ ഫാമിലി തന്നെയാണ്.
ലോഫോപ്പിഡേ എന്ന് പറയുന്നത് ഈ ഫാമിലിയിലും ലീഫ് ഹോപ്പേഴ്സ് തന്നെയാണ് ഉള്ളത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു എ സ്നൗട്ട്. ഇത് നോക്കി, ഇതാണ് സ്നൗട്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അവരുടെ ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്നൗട്ടായിട്ടായിരിക്കും കാണുന്നത്. ദ ഫ്രോൺസ് ഇസ് ലോങ്ങർ ദാൻ വൈഡ്. നീണ്ടിരിക്കും, വിട്ടില്ലാതെ അതിങ്ങനെ കൂർത്ത് നീണ്ടിരിക്കും. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നീണ്ടിരിക്കും. ദെൻ ഹൈൻഡ് ട്രൊക്കാൻഡേഴ്സ് ആർ ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ്. ഓക്കെ, അത് ട്രൊക്കാൻഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലെഗിൻ്റെ 5 പാർട്സ്: കോക്സൈ, ട്രൊക്കാൻഡർ, ഫീമർ, ടിബിയ ആൻഡ് ടാർസസ്. അപ്പോൾ അതിൽ ട്രൊക്കാൻഡർ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ട്രയാങ്കുലർ പോർഷനാണ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ്, അത് ഓർത്തിരുന്നാൽ മതി. ദെൻ ദ ബേസൽ സെഗ്മെൻറ്റ് ഓഫ് ദി ഹൈൻഡ് ടാർസ ഈസ് മോഡറേറ്റ്ലി ലോങ്. ഫൈൻ. എക്സാമ്പിൾ, ഷുഗർ കെയിൻ്റെ ഇമ്പോർട്ടൻറ്റ് പെസ്റ്റാണ് പൈറില്ല പെർക്യൂസില്ല. ഷുഗർ കെയിൻ, ലീഫ് ഹോപ്പർ, പൈറില്ല പെർക്യൂസില്ല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പേര് അറിഞ്ഞിരിക്കുക. പൈറില്ല പെർക്യൂസില്ല ഈസ് ഷുഗർ കെയിൻ ലീഫ് ഹോപ്പർ. ഇപ്പോൾ ഷുഗർ കെയിൻ്റെ ഒരു മേജർ പെസ്റ്റിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് ഷുഗർ കെയിൻ ലീഫ് ഹോപ്പർ, പൈറില്ല പെർക്യൂസില്ല. ഓക്കെ, ഇതാണ് ഫാമിലി ലോഫോപ്പിഡേ. നെക്സ്റ്റ് ഇസ് ഫാമിലി സില്ലിഡേ. സില്ലിഡ്സ് ആർ ജമ്പിങ് പ്ലാന്റ് ലൈസ്. ഇതെല്ലാം ചെറിയ ചെറിയ ഇൻസെക്ട്സ് ആട്ടോ. ഇത് പ്ലാന്റ് ലൈസ് ആണെങ്കിലും, ലീഫ് ഹോപ്പർ ആണെങ്കിലും, പ്ലാന്റ് ഹോപ്പർ ആണെങ്കിലും, പിന്നെ നമ്മുടെ ലോഫോപ്പിഡ്സ് ആണെങ്കിലും എല്ലാം ചെറിയ ചെറിയ ഇൻസെക്ട്സ്, മൈന്യൂട്ട് ഇൻസെക്ട്സ് ആണ്. സോ ഫാമിലി സില്ലിഡേ, ജമ്പിങ് പ്ലാന്റ് ലൈസ്. They are very small active insects which possess relatively long antennae. അവർക്ക് ബോഡിയേക്കാളും ഇച്ചിരി കൂടി നീളമുള്ള ഒരു ആൻറ്റിനി ഉണ്ടാവും. വെരി ആക്റ്റീവ് ഇൻസെക്ട്സ് ആയിരിക്കും. ഇങ്ങനെ ചാടി 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 ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ ചാടി 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 നടക്കുന്ന ഇൻസെക്ട്സ് ആണ് ഈ സില്ലിഡ്സ് എന്ന് പറയുന്നത്. They rest on plant with the body raised up and the head almost touching the surface. അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്ചറായിരിക്കും അവരുടെ ബോഡിയിലിരിക്കുന്നത്. അതായത് ബോഡി റേസ് ചെയ്തിട്ട് ഹെഡ് താഴെ സർഫസിൽ ടച്ച് ചെയ്യുന്ന, ഏകദേശം തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ബോഡി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഹൈൻഡ് ലെഗ്സ് ആർ ലാർജർ ആൻഡ് മോർ മസ്കുലാർ ദാൻ ദി അതർ പെയർസ്. ഹൈൻഡ് ലെഗ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം. ഹൈൻഡ് ലെഗ്സ് എന്ന് പറയുന്നത് വലുതായിരിക്കും, അതുപോലെ തന്നെ ദേ ആർ മോർ മസ്കുലർ. കാരണം ജമ്പിങ് ലെഗ്സ് ആണ് ഇവർക്കുള്ളത്. അപ്പം ഹൈൻഡ് ലെഗ്സ് നമ്മുടെ ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ ലെഗ്സ് പോലെ കുറേ മസ്കുലാർ ആയിരിക്കും. ആൻഡ് ദേ വിൽ ബി ലാർജർ ഓൾസോ. അത് മാത്രമേ അവർക്ക് ചാടി ചാടി പോകാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാമ്പിൾ, ഹെറ്ററോപ്സില്ല ക്യുബാന, സുബാബുൾ സില്ലിഡ്. സുബാബുളിൻ്റെ സില്ലിഡിൻ്റെ പേരാണ് ഹെറ്ററോപ്സില്ല ക്യുബാന. Next is the family Alerodidae, which is very important family because it is the family of the white flies. വെള്ളീച്ചകളുടെ ഫാമിലിയാണ് ഫാമിലി Alerodidae, white flies. വെള്ളീച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ് വൈറ്റ് ഫ്ലൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ചില്ലിയുടെ മേജർ പെസ്റ്റാണ്, വെജിറ്റബിൾസിൻ്റെ എല്ലാം ഒരു മേജർ പെസ്റ്റാണ് വൈറ്റ് ഫ്ലൈസ് എന്ന് പറയുന്നത്. They are moth-like bugs. They are moth-like bugs and both the sexes, ഫീമെയിൽസിനും മെയിൽസിനും ആർ വിങ്ഡ്. രണ്ട് പേർക്കും വിങ്സ് ഉണ്ടാവും. ആൻഡ് ആർ ഡസ്റ്റഡ് വിത്ത് എ മീലി വൈറ്റ് പൗഡറി വാക്സ്. ഇത് കണ്ടോ, അതിൻ്റെ വിങ്സിൽ ഒരു പൗഡറി വാക്സ് ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവും. നമുക്ക് കയ്യിൽ വെള്ളീച്ചയുടെ ആ കോളനിയിൽ ചെന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം വെള്ള പൊടി പോലെ ഇരിക്കില്ലേ, അതാണ് ഈ മീലി വൈറ്റ് പൗഡറി വാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓർഗൻ, വൈറ്റ് ഫ്ലൈസിൽ കാണുന്ന ഒരു മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓർഗനാണ് വാസിഫോം ഓറിഫൈസ് എന്ന് പറയുന്നത്. വാസിഫോം ഓറിഫൈസ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഇതുവരെയും എന്താ പറയുക പക്കയായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇതായിരിക്കും ഇതിൻ്റെ ചർച്ചകൾ, ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു ഓർഗൻ ഉണ്ട്, ദാറ്റ് ഈസ് വാസിഫോം ഓറിഫൈസ്, which opens on the dorsal surface of the last abdominal segments and it has a conspicuous opening with an operculum. ഇതിനൊരു ഓപ്പർക്കുലം ഉണ്ടാവും. ഓപ്പർക്കുലം മീൻസ് എ കവറിങ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്, ഈ വാസിഫോം ഓറിഫൈസിൻ്റെ ഓപ്പണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദി ഡോർസൽ സർഫസ്. ലാസ്റ്റ് അബ്ഡോമിനൽ സർഫസ് സെഗ്മെൻറ്റിൻ്റെ ഡോർസൽ സർഫസിലായിരിക്കും. ഡോർസൽ സർഫസ് എന്ന് വെച്ചാൽ ഏകദേശം ടെർഗത്തിൻ്റെ പോർഷനിലാണ് എന്തുള്ളത്, ഇതിൻ്റെ വാസിഫോം ഓറിഫൈസിൻ്റെ ഓപ്പണിംഗ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ആൻ ഓപ്പർക്കുലം. എ ടങ് ലൈക്ക് ഓർഗൻ ബിനീത്ത് ദി ഓപ്പർക്കുല ഈസ് നോൺ ആസ് ലിംഗുള. അപ്പം ഈ ഓപ്പർക്കുലത്തിൻ്റെ
താഴെയായിട്ട് ഒരു ടങ് ലൈക്ക് ഓർഗൻ ഉണ്ടാവും പെസിഫോം ഓറിഫൈസിൻ്റെ അകത്ത് കേട്ടോ. അതിന് പറയുന്ന പേരാണ് ലിംഗ്യൂള. ദ മെറ്റമോർഫോസിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ഹോമോപ്റ്ററൻസ്. അപ്പം നമ്മൾ മെറ്റാമോർഫോസിസ് ഹെമിപ്റ്ററയുടെ മെറ്റമോർഫോസിസ് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഹാവ് റെയർലി കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി റെയർലി കംപ്ലീറ്റ് അതുപോലെ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കാണിക്കുന്ന ഒരു ഹെമിപ്റ്ററൻ ഇൻസെക്റ്റാണ്. ദിസ് ഈസ് എൻ എക്സെപ്ഷൻ. ഹെമിപ്റ്ററൻ ഇൻസെക്റ്റാണ് അലൈറോയിഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹാവ് എ ക്വിസൻറ്റ് സ്റ്റേജ് കോൾഡ് പ്യൂപ്പ. ഇവർക്കൊരു പ്യൂപ്പൽ സ്റ്റേജ് ഉണ്ട്. ഇതാണ് ക്വിസൻറ്റ് സ്റ്റേജ്. ഇവർക്കൊരു പ്യൂപ്പൽ സ്റ്റേജ് ഉണ്ട്. സാധാരണ ഹെമിപ്റ്ററൻസിന് അല്ലെങ്കിൽ ഹോമോപ്റ്ററൻസിന് എന്തുണ്ടാവും? എഗ്, നിംഫ്, അഡൾട്ട് 3 സ്റ്റേജസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർക്ക് ഒരു എക്സെപ്ഷനാണ്. ദേ ആർ ഹാവിങ് എ പ്യൂപ്പൽ സ്റ്റേജ്. അപ്പോൾ വൈറ്റ് ഫ്ലൈസ് ഒരു ഹോമോപ്റ്ററൻ ഇൻസെക്റ്റിൽ അല്ലെങ്കിൽ ഹെമിപ്റ്ററൻ ഓർഡറിൽ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കാണിക്കുന്ന ഒരു ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫാമിലി അലൈറോയിഡേ, വിച്ച് ഈസ് ദ ഫാമിലി ഓഫ് ദി വൈറ്റ് ഫ്ലൈസ്. The nymphs are sessile with the waxy coating. ഇതാണ് nymphs. ഇത് nymphs. This is the pupa and this is the adult. That is the adult. Okay, example, very important pest ആണ് Bemisia tabaci. Bemisia tabaci എന്ന് പറയുന്ന ഈ പെസ്റ്റാണ് നമ്മുടെ ചില്ലിയിലും പിന്നെ ടൊമാറ്റോയിലും ഒക്കെ ഇൻഫെസ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പെസ്റ്റാണ് Bemisia tabaci, വിച്ച് ഈസ് ദി കോട്ടൺ വൈറ്റ് ഫ്ലൈസ്. കോട്ടൺ വൈറ്റ് ഫ്ലൈസ് ആൻഡ് ഇറ്റ് ഈസ് ദി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരും എന്തായും വെക്ടറായിട്ട് ആക്ട് ചെയ്യും. ബിൻഡിയിൽ കാണുന്ന, അതായത് ലേഡീസ് ഫിംഗറിൽ കാണുന്ന യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് നമുക്ക് കാണാം. യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ വെയിൻസ് മാത്രം മഞ്ഞ കളറിലിരിക്കും, ബാക്കി ലീഫിൻ്റെ പോർഷൻ, ലീഫ് എടുത്താൽ ലീഫിൻ്റെ വെയിൻസ് മാത്രം യെല്ലോ കളറിലിരിക്കും, ബാക്കിയുള്ള പോർഷൻസ് എല്ലാം എന്തായിരിക്കും? ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഇറ്റ് ഈസ് എ വൈറൽ ഡിസീസ് ആൻഡ് ദാറ്റ് വൈറൽ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ Bemisia tabaci. അതൊരു വൈറൽ ഡിസീസാണ്. ബിൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് ആണത് കോസ് ചെയ്യുന്നത്. സോ അതിൻ്റെ വെക്ടറാണ്, അതായത് ഒരു പ്ലാന്റിൽ നിന്നും മറ്റൊരു പ്ലാന്റിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? Bemisia tabaci. അതുകൊണ്ട് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ്. സോ ഫാമിലി അലൈറോയിഡേ, ഫാമിലി ഓഫ് വൈറ്റ് ഫ്ലൈസ്, അത് ഓർത്തിരിക്കുക. വൈറ്റ് ഫ്ലൈസിന് നമുക്കറിയാമല്ലോ. നെക്സ്റ്റ് ഈസ് ദി ഫാമിലി എഫിഡിഡേ, ഫാമിലി ഓഫ് ഏഫിഡ്സ്. നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ് ഏഫിഡ്സ് എന്ന് പറയുന്നത്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ്. അപ്പം ഈ ഹോമോപ്റ്ററൻ ഇൻസെക്ട്സ് എല്ലാം എടുത്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദേ ആർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ദേ സക്ക് ദി സാപ്പ് ഫ്രം ദി പ്ലാന്റ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ എന്തായിരിക്കും? പ്ലാന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രോപ്പ് പെസ്റ്റാണ് ഹോമോപ്റ്ററൻസ് എന്ന് പറയുന്നത്. ഇതിൽ മിക്കവാറും എല്ലാവരും തന്നെയും പെസ്റ്റാണ്. അങ്ങനെ പ്രിഡേറ്റേഴ്സ് ആയിട്ടോ നമ്മൾ ഹെട്രോപ്റ്ററിൽ എടുത്തപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു അല്ലേ? ജെറിഡ ഉണ്ടായിരുന്നു, റെഡൂവിഡ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സബോർഡർ എടുത്ത് ഹോമോപ്റ്ററ എന്ന സബോർഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം പെസ്റ്റാണ്. ഇതിൽ എന്താ പറയുക, നമുക്ക് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറയാനായിട്ട് അധികം ആരും ഉണ്ടാവില്ല. 1-2 പേരുണ്ടാവും, എന്നാലും അധികം ആരും ഉണ്ടാവില്ല. സോ എഫിഡിഡേ, ഏഫിഡ്സ് എന്ന് പറയുന്നത് എഫിഡ്സിൻ്റെ ഫാമിലിയാണ് എഫിഡിഡേ. They are small, soft bodied insect with a delicate pear shaped ആയിരിക്കും. അതായത് ഇത് പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കാണാം, ഇത് പിയറിൻ്റെ ഷേപ്പിലായിരിക്കും ഈ ഇൻസെക്ട്സ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അലൈറോയിഡയിൽ പഠിച്ചപ്പോൾ അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർഗൻ പഠിച്ചു, വെസിഫോം ഓറിഫൈസ്. അതുപോലെ ഏഫിഡ്സിൽ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർഗനാണ് കോർണിക്കിൾസ് അഥവാ സൈഫൺ കുലൈ അല്ലെങ്കിൽ ഒരു വാക്സ് ട്യൂബ്. Which is present at the posterior end of the abdomen, arising from the dorsal side of the 5th or 6th abdominal segment. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഈ കോർണിക്കിൾസ് എന്ന് പറയുന്നത്. എ പെയർ ഓഫ് കോർണിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈഫൺ കുലൈ അല്ലെങ്കിൽ വാക്സ് ട്യൂബ് എന്ന് പറയും. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദി പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി അബ്ഡോമൻ, അറൈസിങ് ഫ്രം ദി ഡോർസൽ സൈഡ് ഓഫ് ദി 5th or 6th അബ്ഡോമിനൽ സെഗ്മെൻറ്റ്. നമുക്ക് 1 word ക്വസ്റ്റ്യൻ ചോദിക്കാം. കോർണിക്കിൾസ് അറൈസ് ചെയ്യുന്നത് ഏത് അബ്ഡോമിനൽ സെഗ്മെൻറ്റിൽ നിന്നാണ്? 5th അല്ലെങ്കിൽ 6th അബ്ഡോമിനൽ സെഗ്മെൻറ്റിൽ നിന്നാണ് കോർണിക്കിൾസ് അറൈസ് ചെയ്യുന്നത്. ദ റീപ്രൊഡ്യൂസ് പാർത്തനോജനറ്റിക്കലി. നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് അറിയാം. കാരണം ഏഫിഡ്സിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള റീപ്രൊഡക്ഷനാണ്. അവർക്ക് 2 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഗിവ് ബർത്ത് ടു ദിയർ യങ് വൺസ്.
അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ പാർത്തനോജനസിസ്. അതുകൊണ്ടാണ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പെസ്റ്റായി മാറുന്നത്. കാരണം നമ്മൾ ഏത് ഒരു സീസൺ ആണെങ്കിലും, ചില പെസ്റ്റ് എന്നൊക്കെ പറയുന്നത് സീസണൽ പെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്രോപ്പ് ഉള്ളപ്പോൾ മാത്രമേ ഈ പെസ്റ്റ് കാണുള്ളൂ, അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷേ ഏഫിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് രീതിയിൽ, അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ അത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, അൺഫേവറബിൾ കണ്ടീഷനിൽ പാർത്തനോജനറ്റിക്കലി റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് മീൻസ് ഏത് ഒരു ഇയറിൽ ഏത് കണ്ടീഷൻ എടുത്താലും ഈ ഒരു പെസ്റ്റ് പോപ്പുലേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏഫിഡ്സിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഏഫിഡ് കൺട്രോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഫിസ് ഗോസിപ്പി, കോട്ടൺ ഏഫിഡ്. ദേ ഫീഡ് ഓൺ ദി പ്ലാന്റ് സാപ്പ് ആൻഡ് ഡിസെമിനേറ്റ് പ്ലാന്റ് ഡിസീസസ്. ഇവരും വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫാമിലി എഫിഡിഡേ, ഫാമിലി ഓഫ് aphids, very important family ആണ്. Next is the family Coccidae. Coccidae is the family of soft scales. ഇതാണ് സോഫ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റിൻ്റെ ട്വിഗ്സിൽ അവിടെ തന്നെ ഇരിക്കും. ദേ ആർ സെക്കൻഡറിലി വിംഗ്ലെസ് ഇൻസെക്ട്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫീമെയിൽസ് വിംഗ്ലെസ് ആയിരിക്കും, മെയിൽസ് ഇതെങ്ങനെ ഇരിക്കും, വിങ്ഡ് ആയിരിക്കും. അപ്പോൾ ഫീമെയിലാണ് പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. The females are flat, elongate oval, wingless, legless and sessile. അവർക്ക് വിങ്ങും ഉണ്ടാവില്ല, ലെഗും ഉണ്ടാവില്ല, ആൻഡ് ദേ വിൽ ബി സെസൈൽ. സെസൈൽ എന്ന് വെച്ചാൽ ഒരിടത്ത് അനക്കമില്ല, അവരുടെ ലൈഫിൽ അവർ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുള്ളൂ, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല, കാരണം ലെഗില്ലല്ലോ. They are immovable. The segmentation of the female is obscure and the integument may be naked or covered with the wax. ഇൻടെഗ്മെൻറ്റ് ഒന്നെങ്കിൽ നേക്കഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനൊരു വാക്സിൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. സെഗ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ ക്ലിയർലി നോട്ട് വിസിബിൾ. വാക്സ് ഇസ് ഫേംലി ഫിക്സ്ഡ് ടു ദി ഇൻടെഗ്മെൻറ്റ് ആൻഡ് ഇസ് നോട്ട് ഡിറ്റാച്ചബിൾ. നമ്മുടെ ഒരു പ്ലാന്റിൽ ഈ സോഫ്റ്റ് സ്കെയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ആ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. The males are elate. Elate എന്ന് പറഞ്ഞാൽ വിങ്ഡ് ആയിരിക്കും. They have single pair of wings. സാധാരണ ഇൻസെക്ട്സിൽ 2 pair of wings ഉണ്ടാവും. പക്ഷേ സോഫ്റ്റ് സ്കെയിൽസിൻ്റെ മെയിൽസിൽ സിംഗിൾ പെയർ വിങ്സേ ഉണ്ടാവുള്ളൂ, ഒരു പെയർ വിങ്ങേ ഉണ്ടാവത്തുള്ളൂ. Abdomen is terminated in a style-like process. The hind wings are reduced halteres. ഇവർക്ക് ഫോർ വിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈൻഡ് വിങ്സ് ആർ ഹാൾട്ടിയേഴ്സ്. നമ്മുടെ ഫ്ലൈസിലൊക്കെ കാണുന്നില്ലേ, ഈച്ചയിലൊക്കെ കാണുന്ന പോലെ ഹാൾട്ടിയേഴ്സ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഹൈൻഡ് വിങ്സ് മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. ദെൻ ഹാൻഡിനെ ഈസ് വിത്ത് 10 to 25 segments. ദ മെയിൽസ് ലാക്ക് മൗത്ത് പാർട്സ് ആൻഡ് ഡു നോട്ട് ഫീഡ്. ദേ അണ്ടർഗോ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ഇൻസ്റ്റാർ നിംഫ് ഈസ് ആക്റ്റീവ് ആൻഡ് കോൾഡ് ക്രോളോസ്. ഫസ്റ്റ് ഇൻസ്റ്റാർ നിംഫ് എന്ന് പറയുന്നത് കോക്സിഡയുടെ ഫസ്റ്റ് ഇൻസ്റ്റാർ നിംഫിന് പറയുന്ന പേരാണ് ക്രോളോസ്. എക്സാമ്പിൾ കോക്കസ് വിറിഡെ, ഇസ് ദി കോഫി ഗ്രീൻ സ്കെയിൽ. കോക്കസ് വിറിഡെ, കോഫി ഗ്രീൻ സ്കെയിൽ. ഇതാണ് സോഫ്റ്റ് സ്കെയിൽ ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. മാവിലൊക്കെ വരും, പെസ്റ്റായിട്ട് കാണാം. നെക്സ്റ്റ് ഇസ് ദി ഫാമിലി ഡയാസ്പിഡിഡേ, വിച്ച് ഇസ് ദി ആർമേർഡ് സ്കെയിൽസ്. നേരത്തെ പറഞ്ഞത് കോക്സിഡേ ആയിരുന്നു. കോക്സിഡേ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കെയിൽസ് ആണ്. ഡയാസ്പിഡിഡേ എന്ന് പറഞ്ഞാൽ ആർമേർഡ് സ്കെയിൽസ് ആണ്. ദ അഡൾട്ട് ഫീമെയിൽ ലാക്ക് ആൻറ്റിന, ലെഗ്സ് ആൻഡ് വിങ്സ്. അവർക്ക് ആൻറ്റിന ഉണ്ടാവില്ല, ഫീമെയിൽസിന് ആൻറ്റിന ഉണ്ടാവില്ല, ലെഗ് ഉണ്ടാവില്ല, വിങ്സും ഉണ്ടാവില്ല. ആൻഡ് ആർ കവേർഡ് വിത്ത് എ ഹാർഡ് വാക്സി സ്കെയിൽ. സോഫ്റ്റ് സ്കെയിലിന് ചിലപ്പം വാക്സി സ്കെയിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ ഹാർഡ് വാക്സി സ്കെയിൽ. ദ കവറിങ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി ഓഫ് ദി ഇൻസെക്ട്. ആ കവറിങ് എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നും ഈസിലി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോഫ്റ്റ് സ്കെയിലിന് അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, വാക്സി കോട്ടിങ് ഉണ്ടെങ്കിലും. ദ യങ് വൺസ് ആർ കോൾഡ് ക്രോളോസ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ക്രോളോസ് എന്ന് പറയുന്നത് ഈ സ്കെയിൽസിൻ്റെ യങ് വൺസിന് പറയുന്ന പേരാണ് ക്രോളോസ്. ദ മെയിൽസ് ആർ വിങ്ഡ് ആൻഡ് ഹാവ് വെൽ ഡെവലപ്ഡ് ലെഗ്സ് ആൻഡ് ആൻറ്റനി. എക്സാമ്പിൾ ആസ്പിരിയോട്ടിസ്, ഡിസ്ട്രക്ടർ, കോക്നറ്റ് സ്കെയിൽ. ഈ ഒരു ഡയാസ്പിരിഡേ എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറയുന്നത് ആർമേർഡ് സ്കെയിൽസിൻ്റെ ഫാമിലിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കോക്നറ്റ് സ്കെയിൽ, ഡയാസ്പിരിയോട്ടിസ്, ഡിസ്ട്രക്ടർ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസെക്റ്റ് ആണ്. ആ ഇൻസെക്റ്റ് ഈ ഫാമിലിയിലാണ് വരുന്നതെന്നും അറിഞ്ഞിരിക്കുക.
ആസ്പിഡിയോട്ടിസ് ഡിസ്ട്രക്ടറിൻ്റെ ഫാമിലി ഡയാസ്പിഡിഡേ ആണ് എന്നറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് ദി ഫാമിലി Pseudococcidae, which is the family of mealybugs. Mealybugs. ദ ഫീമെയിൽ മീലിബഗിനെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ മാവിലൊക്കെ ഉണ്ട്, പിന്നെ പച്ചക്കറികളുടെയൊക്കെ മേജർ പെസ്റ്റാണ് മീലിബഗ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പപ്പായയുടെ ഒരു പെസ്റ്റാണ് മീലിബഗ്സ്. ഫീമെയിൽസ് ആർ ഇലോങ്ങേറ്റ്, ഓവൽ വിത്ത് സെഗ്മെൻറ്റഡ് ബോഡി covered with a mealy or filamentous waxy secretion which may be extended into lateral or terminal filaments. ഇതാണ് സംഭവം. കണ്ടോ, ദേ ഹാവ് ബോഡിയിൽ നല്ലപോലെ സെഗ്മെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ലാറ്ററൽ ഫിലമെൻറ്റ്സും ഉണ്ടാവും, ബോഡി നിറച്ച് ഫിലമെൻറ്റ്സും ഉണ്ടാവും. ദ ലെഗ്സ് ആർ വെൽ ഡെവലപ്ഡ്. ഒരു സെസൈൽ ആവില്ല, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, കാരണം ദേ ഹാവ് എ വെൽ ഡെവലപ്ഡ് ലെഗ്സ്. പക്ഷേ വിങ്സ് ഉണ്ടാവില്ല, വിങ്സ് ആർ ആബ്സെൻറ്റ്. Some lay eggs and some other giving birth to young ones called crawlers. ഇവരുടെ യങ് വൺസിൻ്റെ പേരും ക്രോളേഴ്സ് എന്ന് തന്നെയാണ്. കോക്കനട്ട് മീലിബഗിൻ്റെ പേര് Pseudococcus longispinus. Pseudococcus longispinus is the coconut mealybug. Nymphs and adults suck the sap and affect the growth of the spindle leaves. Spindle leaves എന്ന് പറഞ്ഞാൽ കൂമ്പിന് പറയുന്നത്, തെങ്ങിൻ്റെ കൂമ്പ് ഓലയ്ക്ക് പറയുന്ന പേരാണ് സ്പിൻഡിൽ ലീഫ്. അപ്പോൾ ആ സ്പിൻഡിൽ ലീഫിൽ നിന്നും നിംസും അഡൽസും എന്ത് ചെയ്യും, സാപ്പ് സക്ക് ചെയ്തെടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, കൂമ്പ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് വളരില്ല, അവിടെ തന്നെ നിൽക്കും. ഇതാണ് ഫാമിലി Pseudococcidae. അതുകൊണ്ട് തന്നെ ഇത് കോക്കനട്ട് മീലിബഗ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ പെസ്റ്റ് തന്നെയാണ്, Pseudococcus longispinus. Next is the last family of Homoptera, which is family Lachyperidae. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻസെക്റ്റാണ്. നമ്മൾ ബെനഫിഷ്യൽ ഇൻസെക്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നൊരു ഇൻസെക്റ്റാണ് ലാക്ക് ഇൻസെക്റ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കൾച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ ലാക്ക് കൾച്ചർ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഫാമിലിയുടെ പേര് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. പഴയ പേരാണ് തന്നിരിക്കുന്നത്, ഫാമിലി കെറിഡേ. അത് പഴയ പേരാണ്, പക്ഷെ നിങ്ങൾ ലാക്കിഫെറിഡേ എന്ന് പഠിച്ചാൽ മതി. ഇത് പുതിയ പേര് ലാക്കിഫെറിഡയിലാണ് ലാക്ക് ഇൻസെക്റ്റ് വരുന്നത്. ദ ഫീമെയിൽസ് ആർ ഹൈലി ഡീജനറേറ്റ് വിത്ത് വെസ്റ്റിജിയൽ ആൻറ്റിനെ, നോ ലെഗ്സ് ആൻഡ് വിങ്സ്. സ്കെയിൽ പോലെ തന്നെയാണ് ലാക്ക് ഇൻസെക്റ്റ് ഇരിക്കുന്നത്. ദ ബോഡീസ് ഓഫ് ദ ഫീമെയിൽസ് ബിക്കം കവേർഡ് വിത്ത് ഹെവി എക്സുഡേഷൻ ഓഫ് വാക്സ് ഓർ ലാക്ക്. അതാണ് നമ്മൾ എന്ത് പറയുക, ഹാർവെസ്റ്റ് ചെയ്ത്, ഈ ലാക്കാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫീമെയിൽസ് ആണ് ലാക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ദ വാക്സ് ഈസ് മെൽറ്റഡ് ഓഫ്, റിഫൈൻഡ് ആൻഡ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഷെല്ലാക്ക് ആൻഡ് വാർണിഷസ്. പെയിൻറ്റ്, വാർണിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാക്ക് ഉപയോഗിക്കുന്നത്. ലാക്ക് ഇൻസെക്റ്റിൻ്റെ പേര് ഓർത്തിരിക്കുക, ലാക്കിഫെറ ലാക്ക. ഇതാണ് ലാക്ക് ഇൻസെക്റ്റ്. പഠിക്കാൻ എളുപ്പമല്ലേ, ലാക്ക് ഇൻസെക്റ്റിൻ്റെ പേര് ലാക്കിഫെർ ലാക്ക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹോമോപ്റ്ററ, സബോർഡർ ഹോമോപ്റ്ററയുടെ മേജർ ഫാമിലീസ് എന്ന് പറയുന്നത്. മൊത്തം 13 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഹെറ്ററോപ്റ്ററയിൽ 11 ഫാമിലീസ് ഉണ്ടായിരുന്നു, ഹോമോപ്റ്ററയിൽ 13 ഫാമിലീസ് ഉണ്ട്. അപ്പം ദേ ടുഗെദർ ബിക്കംസ് ദി ഓർഡർ ഹെമിപ്റ്ററ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക, ഇതിനകത്തുള്ള സയൻറ്റിഫിക് നെയിംസ് എല്ലാം പഠിച്ചിരിക്കുക. സയൻറ്റിഫിക് നെയിമും അതിൻ്റെ കോമൺ നെയിമും പഠിച്ചിരിക്കുക. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ ഫാമിലീസും പഠിച്ചിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ്, വെക്ടേഴ്സിൻ്റെ ഫാമിലീസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ബെനഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻസെക്ട്സ് ഉണ്ട്, അവരുടെ ഫാമിലീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഈ ഫാമിലി പേര് തന്നിട്ട്, ആ ഡയാസ്പിഡിഡേ എന്ന പേര് തന്നിട്ട് അത് ഏത് ഓർഡറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഓർഡർ ഹെമിപ്റ്ററയിലാണ് വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ പേരുകളെല്ലാം പഠിച്ചിരിക്കണം. അതായത് 13 ഹോമോപ്റ്ററൻ ഫാമിലീസും 11 ഹെറ്ററോപ്റ്ററൻ ഫാമിലീസിൻ്റെയും പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.